ചെയ്ത ഉമ്മായും മോളുമാണ് ഞാൻ. ഞങ്ങൾക്ക് കഴിഞ്ഞ നോയമ്പ് മുറിക്കാൻ പോലും പച്ചവെള്ളം കുടിച്ച് നോയമ്പ് മുറിച്ചതാണ്. ഇപ്പം ഞങ്ങൾ ഒരുപാട് പേര് വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഫേക്കാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫേക്കല്ല. ഞങ്ങളുടെ അഡ്രസ്സ് കൊല്ലം കരിക്കോട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ പെൻഡിങ്ങായ വാടകയും ഞങ്ങൾക്ക് തിന്നാനുള്ള നോയമ്പ് മുറിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് പേര് കൊണ്ട് തന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാട് പേര് പൈസ ഇട്ടെന്ന് പറയുന്നു. ഞങ്ങൾ ഇതുവരെ പോയി നോക്കിയൊന്നും ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം വാപ്പ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഉമ്മായ അടിക്കാനൊക്കെ ഓട്ടിച്ച്. ഇതൊക്കെ കണ്ടിടം തൊട്ട് മനസ്സിന് ഭയങ്കര വിഷമം. അതുകൊണ്ട് ഈ വീഡിയോയുടെ മുന്നിലൊന്നും വരാൻ പറ്റുന്നില്ല, ഒന്നും പറയാനൊക്കുന്നില്ല. വാപ്പ ഈ വീഡിയോ ചെയ്തതിനാണ് വാപ്പായെ പറ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ടാണ്. അടിക്കാൻ ഓട്ടിച്ചു. വയസ്സറിയിച്ചിരിക്കുന്ന ഒരു കൊച്ചുണ്ട്, അവളെ ഈ വീടിന് 4 ചുറ്റിനും ഇട്ടോടിച്ചു. അവൾ പേടിച്ച്. ഒരു വാപ്പ ചെയ്യാനത്തെ കാര്യങ്ങളാണ് വാപ്പ ചെയ്യുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്കിപ്പം എന്തോ പറയണമെന്ന് പോലും അറിയത്തില്ല. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ അല്ലേ? അവരിൽ ചില ആൾക്കാരൊക്കെ വിളിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ ഇന്ന തുക തരാം, അവരുടെ വീട്ടിലോട്ട് വരുമോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നോടാണ് ഇങ്ങനെ, ഞാൻ ഉമ്മാടെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉമ്മാനോട് ഇങ്ങനെ ആരും സംസാരിക്കുന്ന ഇഷ്ടമല്ല. അത് ഉമ്മാടെ കൊടുന്നാ പറയുന്നത്. ഞാൻ കൊടുക്കത്തില്ല. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഫേക്ക് ആണെന്ന് പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഫേക്ക് അല്ലെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അന്വേഷിക്കണമെങ്കിൽ എവിടെ അന്വേഷിക്കണം? കൊല്ലം കരിക്കോട് വന്നാൽ മതി. ഈ കൊല്ലം കരിക്കോട് വന്ന് അന്വേഷിച്ചു ചുമടുതാങ്ങുമുക്ക്. നമുക്ക് ഒരുപാട് ഭയങ്കര ഓരോ നിമിഷം വിഷമിച്ചും പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അല്ലാണ് സത്യമായിട്ടാണ് മോനെ, എനിക്ക് അത്രയ്ക്ക് പേടിയാ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കളയുമെന്നുള്ളൊരു പേടിയാണ്. 4 വീട്ടിൽ നിന്ന് ഇട്ട് ഓട്ടിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി ഞാനിരുന്ന് എന്നെ അടിച്ച് കൊല്ലണമെന്നും പറഞ്ഞിരിക്കാൻ. നീ വീഡിയോ ചെയ്ത എന്തിനാ? എനിക്ക് നാണക്കേടാന്ന്, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത്. നാണക്കേട് നോക്കിയിരുന്നിട്ട് കാര്യം. ഞങ്ങളിത് ഈ വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് ആരും അറിയത്തതുമില്ല. ഞങ്ങളിവിടെ പട്ടിണി അടക്കത്തേ ഉള്ളൂ. ഞങ്ങളുടെ പെൻഡിങ് വാടക പോലും കൊടുക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്ത് ഒരുപാട് പേര് വിളിക്കുക സഹായിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ അനിയത്തിയുടെ ഈ അവസ്ഥ അറിഞ്ഞ് ഞങ്ങൾ ഇന്നലെ മണീസിൽ കൊണ്ട് ഞങ്ങൾക്ക് ഇടാനുള്ള ഒരു ഡ്രസ്സല്ല ഇക്ക എടുത്തത്. ഇക്കാക്ക് കൊണ്ട് ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്യുന്നത് വെച്ചാൽ ഇക്ക ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ മേടിച്ചോളാനാ പറയുന്നത്. ആ പൈസ ഇവിടുന്ന് അവർ ആരാ അയച്ചു കൊടുത്തതാ. അന്നേരം ആ ഇക്കാടെ കയ്യിൽ നിന്നും കൂടെ പൈസ ഇട്ട് ഞങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാം മേടിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ബുക്ക് സ്കൂള് തുറക്കുമ്പോൾ ബുക്ക് സാധനങ്ങളെല്ലാം അവർ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. കൊച്ചർക്ക് എല്ലാം കൊടുക്കാന്ന് പറഞ്ഞ് ഇതുപോലെ വിഷമിക്കേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ത വിളിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് എല്ലാവരും ഒന്നും വിളിക്കാൻ ഒക്കത്തില്ല, എല്ലാ നമ്പറുകളല്ലേ. വാടകക്കാരൻ പിന്നെ വന്നില്ലായിരുന്നു. ഇവിടെ വാടക കൊടുത്തതിന് ശേഷം അയാൾ ഇതുവരെ വന്നിട്ടില്ല. ബന്ധുക്കാരും വന്നിട്ടില്ല. ഇവിടെ ബന്ധുക്കൾ ആരും വന്നിട്ടില്ല. നാട്ടുകാരെല്ലാരും സപ്പോർട്ടാണ്. നിങ്ങളെങ്ങനെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളെങ്ങനെ രക്ഷപ്പെടുന്നെങ്കിൽ ഇടട്ടെന്ന് പറയുന്നത്. വീഡിയോ കണ്ട് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു, ഒരുപാട് പേര് വിളിച്ചു. ഞങ്ങൾക്കിപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ പെൻഡിങ്ങായ വാടകയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് സ്ഥലവും കൂടെ മതി. ഞങ്ങളെ ആരും അടിച്ചിറക്കരുത്. ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. വിശ്വസിച്ച് കയറി കിടക്കാൻ ഒരു വീട് സ്ഥലവും കൂടി വേണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കും. വീടായാലും മതി, ഞങ്ങൾക്ക് അത്ര വലിയ വീടൊന്നും വേണമെന്നൊന്നുമില്ല. കയറി കിടക്കാനൊരു വീട് സ്ഥലവും അത് മതി.